നൽകിയത്. കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയലിന്റെ പരാമർശത്തോടെ സിൽവർ ലൈൻ വീണ്ടും കേരളത്തിൽ ചർച്ചയാകുന്നു. സിൽവർ ലൈനിൽ കേന്ദ്രവും സംസ്ഥാനവും ആശയവിനിമയം തുടരുന്നുവെന്നാണ് വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ ഇന്ന് സമ്മിറ്റിൽ പറഞ്ഞത്. പീയൂഷ് ഗോയൽ പറഞ്ഞതിന്റെ അർത്ഥം കേരളത്തിൽ വേഗമേറിയ റെയിൽ വേണമെന്ന് മാത്രമാണെന്നായിരുന്നു BJP നേതാവ് വി മുരളീധരന്റെ വ്യാഖ്യാനം. ഇൻവെസ്റ്റ് കേരള ആഗോള നിക്ഷേപ ഉച്ചകോടിയിലായിരുന്നു സിൽവർ ലൈനിൽ കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയലിന്റെ പരാമർശം. സിൽവർ ലൈൻ യാത്രാസമയം കുറയ്ക്കുമെന്ന് മന്ത്രി. സിൽവർ ലൈൻ, a semi-high speed rail coming up between Thiruvananthapuram and Kasaragod, which will reduce the time to only 4 hours. വിഷയത്തിൽ മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് മന്ത്രിയുടെ വിശദീകരണം ഇങ്ങനെ: സിൽവർ ലൈനിൽ കേന്ദ്രവും സംസ്ഥാനവും ആശയവിനിമയം തുടരുന്നു. ചില കാര്യങ്ങളിൽ റെയിൽവേയോട് വിശദീകരണം തേടിയിട്ടുണ്ട്. അന്തിമ തീരുമാനം വിശദ പഠനത്തിന് ശേഷമെന്നും മന്ത്രി. എന്നാൽ സിൽവർ ലൈൻ പദ്ധതി അനുവദിക്കില്ലെന്ന നിലപാടിലാണ് BJP സംസ്ഥാന നേതൃത്വം. പീയൂഷ് ഗോയലിന്റെ പരാമർശത്തോട് BJP നേതാവ് വി മുരളീധരന്റെ പ്രതികരണം ഇതായിരുന്നു. പീയൂഷ് ഗോയൽ പറഞ്ഞതിന്റെ അർത്ഥം എന്ന് വെച്ചാൽ കേരളത്തിൽ വേഗതയുള്ള തീവണ്ടി സർവീസ് വേണം, അത്രേ ഉള്ളൂ. അതല്ലാതെ ഇപ്പൊ നൽകിയിട്ടുള്ള പദ്ധതി കേന്ദ്ര സർക്കാർ അംഗീകരിക്കുന്നു എന്നാണ് അർത്ഥമെങ്കിൽ റെയിൽവേ മന്ത്രിയും റെയിൽവേ വകുപ്പും നൽകിയിട്ടുള്ള ഉത്തരത്തിന് അപ്രസക്തമല്ലേ. സിൽവർ ലൈൻ പദ്ധതിയിൽ സമവായത്തിനായി കേരളയിലും റെയിൽവേയുമായി നേരത്തെ നടന്ന ചർച്ചയിൽ രൂക്ഷമായ തർക്കമുണ്ടായിരുന്നു. ഗേജ്, വേഗം എന്നിവ സംബന്ധിച്ചാണ് അനിശ്ചിതത്വം. 24 കൊച്ചി.